നമ്മളിതാ ഒരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കനെ കിട്ടുമ്പോൾ എന്തായാലും ഇങ്ങനെ വെറൈറ്റി ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നു. അപ്പോൾ ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ 2 ടേബിൾ സ്പൂണ് നമ്മുടെ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. നമ്മൾ മഞ്ഞപ്പൊടി കാര്യങ്ങളും ഒന്നും ഇടാതെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബട്ടറൊക്കെ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. നമുക്ക് ബട്ടറിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ തന്നെ അറിയട്ടോ അതിൻ്റെ രുചി എത്രത്തോളാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ബട്ടർ ഇതാ മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഈ മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗം കുറഞ്ഞ തീയിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. കാരണം ബട്ടർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ ഫ്രൈ ആവുന്ന അത്ര സ്പീഡായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോൾ പിന്നെ അടുത്ത ട്രിപ്പ് കൊടുത്തിട്ട് ചിക്കൻ അങ്ങനെ വേവിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ എന്താ പറയുക എണ്ണ യൂസ് ചെയ്യാതെ എല്ലാം ബട്ടറിലാണ്. അപ്പോൾ നമ്മളൊരു 100 ഗ്രാം ബട്ടറൊക്കെ ഇതിന് കരുതി നിന്നോളൂ കേട്ടോ. അങ്ങനെ കേട്ടോ നമ്മളെ ബട്ടർ ചിക്കൻ സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ പാനിലാണ് കേട്ടോ, ഒരു പാൻ വെച്ചിട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. കൂടുതൽ ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഇതാ വീണ്ടും ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി വന്ന ചിക്കനും കൂടി ഒന്നുകൂടി നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടറാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക അതിന് കഴിഞ്ഞു പോട്ടോ. എണ്ണൻ്റെ പോലെ നമ്മുടെ ചട്ടിയിൽ കാണില്ല. ബട്ടറൊക്കെ നമ്മുടെ ചിക്കനിൽ പിടിച്ചിട്ട് ബട്ടറൊക്കെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതും ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതാ വീണ്ടും ഞാനൊരു ബട്ടറിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ എന്താ പറയുക മെൽറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള, തക്കാളി, പച്ചമുളക് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുക്കുക. ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറിയ പീസും കേട്ടോ. അങ്ങനെ 1.5 സവാള എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇങ്ങനെ എന്താ പറയുക റോസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇങ്ങനെ റെഡിയായി വരുമ്പോൾ പിന്നെ അതിലേക്ക് തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇങ്ങനെ ജസ്റ്റ് വാട്ടിയെടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ വാട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ട് അത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ലോണം ഇങ്ങനെ എന്താ പറയുക വയറ്റിയെടുക്കൂലേ അങ്ങനെ വയറ്റിയെടുക്കട്ടോ. ഇതിലൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഈ മസാലയ്ക്കുള്ള ഉപ്പ് പിടിക്കാനായിട്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ടീസ്പൂണിൻ്റെ പകുതി പിന്നെ ഗരം മസാല പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. കാരണം മിക്സിയിൽ അരക്കുമ്പോൾ അതൊക്കെ അരഞ്ഞ് കിട്ടിക്കോളും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ, ഉലുവായില, അത് നമ്മളൊരു നുള്ളിങ്ങനെ നല്ലോണം കൈയോട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരന്ന പാത്രത്തിൽ ഇങ്ങനെ പരത്തി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് തണുത്തതിന് ശേഷം നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ ചൂടാറിയിട്ട് നമ്മളത് പേസ്റ്റ് ആക്കിയിട്ട് അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും ചട്ടിയിലേക്ക് വീണ്ടും ഒരു ബട്ടറിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളവിടെ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ഫസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം ഇങ്ങനെ അതിലൊന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച നമ്മുടെ മസാല ഉണ്ടല്ലോ, നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നമ്മൾ അവിടെ അരച്ച് റെഡിയാക്കി വെച്ചിരുന്നല്ലോ, ആ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അത് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. നല്ല ടൈറ്റിലാണ് അരച്ചിരിക്കുന്നത്. പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ലോണം ഒന്ന് ഇങ്ങനെ തിളച്ച് വരട്ടോ. ഈ സമയത്ത് നമ്മളതിലേക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ലാസ്റ്റായിട്ട്. കാരണം ഇതിൻ്റെ എല്ലാ രുചിയും നല്ല ബാലൻസായി നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതിനുശേഷം പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റില്ല നമ്മളെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോൾ. ഇത് ചപ്പാത്തിൻ്റെ കൂടിയും ബട്ടർ നാനിൻ്റെ കൂടിയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറാട്ടിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കൊണ്ട് കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ കൊണ്ടൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴേ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്താ പറയുക നമ്മുടെ അതിലേക്ക് ഒരു നാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നാനിൻ്റെ കൂടെ കഴിച്ചപ്പോഴൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. ഓക്കെ, താങ്ക്